റോക്കിനെ കാണുന്നില്ല. റോക്കി ഭയങ്കര ചെറുതാണ്. കുറച്ചുകൂടെ മറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അടിച്ചു പോയാ സീരിയസ് ആയിട്ട്. ആ ഉറപ്പായിട്ടും എന്നെ കാണാനല്ലേ അല്ലടാ, നീ എന്നെ കാണാനല്ലേ നീ എന്നെ വിളിച്ചത്. ആൾക്കാർക്ക് കാണണമെന്നുണ്ടെ ലൈവ് കാണണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. എന്നിട്ട് നീ എന്നെ തന്നെ എന്നെ മറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അല്ലല്ല, ഞാനിപ്പോ തൊപ്പിയുടെ ബാക്കിലൊന്നും ഇരിക്കാനാണോ തൊപ്പി ഇവിടെ വന്നത്? ഞാൻ അവിടെ ഒരു കാര്യം ചെയ്യാൻ റോക്കിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആദ്യമേ ശ്രദ്ധിച്ച് മനസ്സിലായ, ഞാനിവിടെ വന്നപ്പോ ആദ്യമേ ശ്രദ്ധിച്ച് നീ മീൻസ് ഞാൻ ഇപ്പൊ സംസാരിക്കുമ്പോ നീ ഇടയ്ക്കറി സംസാരിക്കുക. സ്പെഷ്യാലിറ്റി ഉണ്ടാ എടാ, ഞാൻ നീ പറഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നില്ല. ഈ ലൈവിൽ ക്യാമറയിലുള്ള കാണാൻ പറ്റുന്നില്ല. ബാക്കിലൊന്നും ഇരിക്കാനല്ലടാ ഞാൻ വന്നത് ഇവിടെ. ഞാനിവിടെ ടെക്നിക്കലി ഒരു കാര്യം ചെയ്യാണ്. ടെക്നിക്കലി കുറച്ച് നിനക്ക് അത് എടുത്ത് മാറ്റി വെച്ച് കുറച്ച് ഇങ്ങോട്ട് എടുക്കാം. അറിയില്ല, ഇത് നിങ്ങളെ ബാക്കിൽ വയർലെസ് ആണ്, വയർലെസ് കീപാഡ് മൗസും ആണ്. നിനക്ക് അത് ഇങ്ങോട്ട് നീക്കാം. ആ പേഡ് നിനക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാം. വയർലെസ് അല്ല മോനെ, ഇത് വയറുള്ള സാധനം. അതിൽ വയറിന് നീളമുണ്ട്, കുറച്ച് നീളമുണ്ടോ? നല്ല നീളമുണ്ടോ? കുറച്ച് നീളം കുറവാണല്ലോ. കുറച്ച് കുറവാണല്ലോ. കണ്ടിട്ട് നീളം കുറവായിട്ടാണല്ലോ. കുഴപ്പമില്ല കേട്ടോ, അത് നീളം ആവേണ്ട സമയത്ത് നീളും. അവിടെ കുറെ ആള് ഇത് സ്ക്രിപ്റ്റ് ആണോ? ഇത് സ്ക്രിപ്റ്റ് ആണോ? ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ റോക്കിനെ കാണുന്നത്. നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്ക്രിപ്റ്റിന്റെ എല്ലാം വിട്. അതെന്താ റോക്കി അങ്ങനെ ഒരു ടോക്ക് ആയി പോയത്? അങ്ങനെ തന്നെ ടോക്കുമ്പോ നീ ചെയ്തുകൊണ്ടാണ് ഞാൻ ടോക്ക് ചെയ്ത്. അതിപ്പോ എത്ര സമയമായി, എത്ര പ്രാവശ്യമായി? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാനും വന്ന് ഓക്കെ. എനിക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താണ് വേണ്ടത്? എല്ലാവർക്കും റോക്കി ബാക്കിയുള്ളവരെക്കാളും എനിക്ക് റെസ്പെക്ട് കൂടുതലാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഈ മനുഷ്യൻ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ വന്നിരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വന്നിരുന്നിട്ട് കാണാൻ ക്യാമറന്റെ ആംഗിൾ ക്യാമറയാക്കി വെക്കുക. വരുന്നവരെല്ലാവരും ഇതിപ്പോ വാളിന് ചേർന്ന ക്യാമറ, ഇതിന്റെ അപ്പുറത്തെ ക്യാമറ പോകാൻ പറ്റൂല. അപ്പം ആ ലെവലിലുള്ള അഡ്ജസ്റ്റ് ചെയ്താൽ നീ ഇനി അങ്ങനെ ഇതിന്റെ ബാക്കിൽ ഞാൻ അവിടെ ഓൾസ് ഉണ്ടാക്കണം. അവിടെ ഇത് കുറച്ച് ബാക്കിലോട്ട് അല്ലെങ്കിൽ അതിലുള്ള സംഭവം നീ ഇരുന്നല്ലോ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിവിടെ മറിഞ്ഞിരിക്കുമ്പോ റോക്കിനെ കാണുന്നില്ല എന്ന കാര്യം എനക്കറിയില്ല, റോക്കിക്ക് അതറിയാം. ഇത്ര സമയവും അത് ചോദിക്കാനുള്ള ധൈര്യം പോലും റോക്കി എന്തുകൊണ്ട് കാണിച്ചില്ല? അത് എന്നോട് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം എന്തുകൊണ്ട് കാണിച്ചില്ല? ഇത്രയും വെയിറ്റ് ചെയ്തെന്തുകൊണ്ട്? ഞാൻ വിചാരിച്ച് നിനക്ക് മിനിമം കോമൺ സെൻസ് ഉണ്ടെന്ന് വിചാരിച്ച്. നീ മാറുമെന്ന് നീ എന്റെ ഫ്രണ്ടിൽ കയറി വന്നിങ്ങനെ മറിഞ്ഞിരുന്നാല്, ഞാൻ ഇങ്ങനെ ബാക്കി ഇരുന്ന് കഴിഞ്ഞാല് നീ ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്ന? എടാ മോനെ, ഞാനിവിടെ ഒരു കാര്യം ചെയ്ത കാണാനാ ഈ പാദയാത്രി. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈവ് കഴിഞ്ഞിട്ട് നോക്കിയാല്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈവ് നോക്കിയാല് ഈ ലൈവിന്റെ മുക്കാഭാഗം ഞാൻ ഇങ്ങനെ ക്യാമറന്റെ പുറത്തേക്ക് ഇരിക്കും. എന്നെ കാണുന്നുണ്ടാവില്ല, മനസ്സിലായോ? ആണ് ഇതിപ്പോ ഒരു ടെക്നിക്കൽ കാര്യം കൊണ്ട് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് നോക്കിയത്. അതിന് അങ്ങനത്തെ ഡയലോഗ് അടിക്കേണ്ട കാര്യമല്ല. നീ ഒരു പ്രാവശ്യമല്ലടാ, നീ ഒരുപാട് പ്രാവശ്യം. അല്ലല്ല, ഞാൻ അറിഞ്ഞില്ല. എന്തൊക്കെ പറഞ്ഞല്ലോ അതറിയില്ല. ഒരാളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം കോമൺ എടുത്ത് എന്താണ്? അയാളെ അത് പറഞ്ഞു തീർക്കാനുള്ള അവസരം കൊടുക്കും, അല്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ കയറി കഴിഞ്ഞിട്ട് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തോട്ട് പോകും. പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? ഷനാസ് ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. റോക്കി ഒരു ഇ കൊടുത്ത് തൊപ്പിടെ പിന്നെ അന്നടിച്ചിട്ട് റോക്കി അങ്ങനെ ഇടിച്ചിട്ട് റോക്കി ഇടുന്നു പോകില്ല. അങ്ങനെ റോക്കി ഇടുന്നു പോകുന്നില്ല. അങ്ങനെ റോക്കി ഇടുന്ന അടിച്ചിട്ട് പോകില്ല. അങ്ങനെ ചുമ്മാ ഇതൊരു ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് അതുവഴി റോഡിലേക്ക് പറഞ്ഞു പോകാൻ പറ്റും. ഇങ്ങോട്ട് വഴിയില്ല, ഇങ്ങോട്ട് പുഴയാ, മനസ്സിലായോ? ആ റോഡാണ് അപ്പുറം പോകാൻ പറ്റൂല. അങ്ങനെ പ്രശ്നമുണ്ട്. നീന്താനോ? ഇല്ല, പുഴയിൽ മുങ്ങി നീ ചാവും, അത്ര തന്നെ. അങ്ങോട്ട് പുഴയാണ്. നീ ഓട്ടത്തിൽ ആ പുഴയിൽ വീഴും. എല്ലാരും സ്ക്രിപ്റ്റ് നടന്ന സ്ക്രിപ്റ്റ്. ഇത് പെട്ടെന്ന് റോക്കി ഇങ്ങനെ വരുവാന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ക്യാരക്ടറിലേക്ക് പോയാൽ എനിക്കറിയില്ല. എന്റെ ഉമ്മ വെച്ചാൽ എനിക്കറിയില്ല. നമ്മള് സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യില്ല. നമ്മൾ ഇതുവരെ ഒന്നും സംസാരിച്ചില്ല ഇതിനെ കുറിച്ച്. മനസ്സിലാ?
അല്ലടാ ഞാൻ ബോറടിച്ചടാ സീരിയസ് ആയിട്ട് ഞാൻ പോകുന്ന വിചാരിച്ചു അല്ല ബോറടിച്ചെങ്കിൽ നിർത്താം കുഴപ്പമില്ല. എനിക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെ എനിക്ക് തോന്നില്ല. എനിക്കൊന്നും ചെയ്യാനില്ല. ഇത് മിനിമം എനിക്ക് സംസാരിക്കാനുള്ള സ്പേസ് എങ്കിലും തന്നെങ്കിൽ. അല്ല ഒന്നാമത്തെ കാര്യം റോക്കി യു ടോക്ക് ടു മച്ച് എന്ന് കുറെ ആൾക്കാർ പറയുന്നില്ല. ടു മച്ചോ ട്രീ മച്ചോ അവര് പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവരെന്നെ കണ്ടാൽ മതി അല്ലെ. എല്ലാരും എന്നെ കാണണ്ട, എന്നെ ഇഷ്ടപ്പെടുന്നവരെ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. എന്നെ ഇഷ്ടപ്പെടുന്നവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവൻ വിളിച്ചു പോകുന്നത്. എന്തുകൊണ്ട് കാര്യം ഒരുപാട് ഞാനിവിടെ ലൈവോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ല. ഓക്കെ അപ്പം ഓക്കെ ഇവന്റെ ഇവിടുത്തെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാര് അത് കുറെ പിള്ളേർ സെറ്റ് ഉണ്ട്. നിനക്ക് കുറെ പിള്ളേർ സെറ്റ് ഉണ്ട്, മനസ്സിലായോ? നിമിഷം വരെ സംഭവമൊക്കെ ഓക്കെയാണ്. ജസ്റ്റ് റോക്കിനെ ഒന്ന് മറയായി എന്നുള്ളത് പിന്നെ സംസാരത്തിന്റെ റോക്കി ഭയം മാത്രമല്ല, ഇപ്പൊ ഞാനും ഇവരും കൂടെ ഇരിക്കണമെങ്കിൽ നമ്മളെന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അടുത്ത സംഭവം വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഓൾറെഡി ജമ്പായി പോവും. അതാണ് ഇതിലൊരു ടൈപ്പ് ഓഫ് എന്താ പറയാ വർക്ക് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. റോക്കിനെ മറിഞ്ഞിരുന്ന റോക്കി എന്ത് മദർ പ്രോമിസ് ഇത് സ്ക്രിപ്റ്റ് അല്ലാട്ടെ, ഇത് പെട്ടെന്ന് ഇയാൾ എന്തെങ്കിലും പെരുമാറാൻ എനിക്ക് അറിയില്ല. ഓക്കെ അതോടെ ഓക്കെ അത് സീനൊന്നുമില്ല. ഓക്കെ ഗൈസ്, പിന്നെ റോക്കിക്ക് ബോറടിക്കുന്നു പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ലൈവ് നിർത്താം. ഓക്കെ വേറെ കാര്യങ്ങളുണ്ട് പറഞ്ഞു. എന്തായാലും റോക്കിക്ക് ബോറടിക്കുന്നു, നമുക്ക് ലൈവ് നിർത്താം. അല്ലെങ്കിൽ ഞാൻ